വീട് കയറിയുള്ള പര്യടനത്തിനിടെ തവനൂരിലെ UDF സ്ഥാനാർത്ഥി VS ജോയ്ക്ക് പരിക്കേറ്റു. വോട്ട് ചോദിക്കാൻ വീട്ടിലേക്ക് കയറുമ്പോൾ പടിക്കെട്ടിൽ തടഞ്ഞു വീഴുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജോയ് പ്രചാരണം തുടർന്നു. സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെ ഈ ഓട്ടത്തിനിടയിൽ ചെറിയൊരു വീഴ്ച സംഭവിച്ചില്ലേ? ചെറുതായിട്ട് ഞങ്ങള് ലത്തീഫ് കട വീട്ടിൽ ചായ കുടിക്കാൻ പോയതാണ്. ആ സമയത്ത് പെട്ടെന്നൊന്ന് വഴുതി സ്ലിപ്പായതാണ്. മുട്ടുകാല് ഒന്ന് ഇടിച്ച് കുറച്ചു നേരം നല്ല വേദനയായിരുന്നു. ചെറിയൊരു ചതവുണ്ട്, എന്നാലും നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ വേദനയൊക്കെ നമ്മൾ അവഗണിച്ച് പ്രചരണമായിട്ട് മുന്നോട്ട് പോവാണ്. കാലിന് എന്തോ പരിക്കേറ്റിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റി, അത് ഇവിടെ തന്നെ വെച്ച് നമ്മുടെ തങ്ങൾപ്പടിയിൽ വെച്ച് തന്നെ, ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഇതിന് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ കയ്യിലും കാലൊക്കെ നിറയെ കമ്പികളാണ്. അപ്പോൾ കുഴപ്പമില്ല, അതിനൊന്നും പറ്റിയില്ല. ചെറിയൊരു മുട്ടൊന്നും മടങ്ങി ചെറിയൊരു ചതവുണ്ട്, അത്രേ ഉള്ളൂ. ജോയേട്ടാ, ഇന്നലത്തെ സംഭവം അറിയാലോ. ബാവഹാജിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രഖ്യാപനമാണ് പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ലീഡ് ചെയ്യുന്ന ബൂത്ത് കമ്മിറ്റിക്ക് ഒരു വിദേശ യാത്ര 15 ദിവസത്തെ, ആ ഒരു പ്രഖ്യാപനത്തെ എങ്ങനെ നോക്കി കാണുന്നു? അത് ബാവാജി ഞങ്ങളുടെ കാരണവരാണ്. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നയിക്കുന്നത്. ഒരു വൈബ്രന്റ് ലീഡറാണ്. അണികൾക്ക് ആവേശം കൊടുക്കാൻ കമ്മിറ്റിക്കാർ കൊടുത്ത ഒരു ആ വാക്കാണ് അത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അറിയുന്നവർക്കറിയാം. ആവേശം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് വലിയ ആവേശമാണ് ഇവിടെ. ഇവിടുത്തെ ഒരു മത്സരം അങ്ങനെയാണ്, തീപാറുന്ന ഒരു മത്സരമാണ്. മറ്റു സ്ഥലത്തുള്ള ഒരു മത്സരമല്ല, സാധാരണ മത്സരമല്ല, ഒരു തീപാറുന്ന പോരാട്ടമാണ്. അപ്പോൾ ആ ഒരു ആവേശം, അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും കൂടി ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നിലവിലൊരു സ്ഥിതി എങ്ങനെയാ? മൊത്തത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്, വലിയ ആത്മവിശ്വാസമാണ്. തവനൂരിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ മാറ്റം പ്രകടമാണ്. 7 പഞ്ചായത്ത് നമുക്കിവിടെ ജയിക്കാൻ കഴിഞ്ഞു. അത് ഇവിടുത്തെ നിലവിലെ MLAക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് ആണയിട്ട് ആവർത്തിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതാണ്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. വലിയ ആവേശമാണുള്ളത്. ഷെഫീഖ് കൊർലായിക്കൊപ്പം സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ തിരൂർ.